ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിയെ കണ്ട ശേഷം തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്താ അച്ഛാ ഇത്രയും വൈകിയത്? എനിക്കുള്ള ജോലി ശരിയാക്കാൻ വേണ്ടി പോയതാണോ അച്ഛൻ? എന്നിട്ട് ഒരു സ്ഥലത്തും എനിക്ക് പറ്റിയ ജോലിയൊന്നും കിട്ടിയില്ലേ എന്ന് അലീന ചോദിച്ചു. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് പറ്റിയ ഒരു സ്ഥലത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉറപ്പായിട്ടില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും എൻ്റെ ഒരു പ്രതീക്ഷ അവിടെ തന്നെ നിനക്ക് ജോലി കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ മറുപടി കൊടുത്തു. അനിൽ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശരിക്കും അച്ഛൻ എനിക്ക് ജോലി ശരിയാക്കാൻ വേണ്ടി തന്നെയാണല്ലേ ഈ യാത്ര പോയത്? ആരുടെ വീട്ടിലേക്കാണ് എനിക്ക് പോകേണ്ടത്? അതൊക്കെ വലിയൊരു സർപ്രൈസാണ്, അതൊക്കെ പിന്നീട് പറയാം എന്നിങ്ങനെ മറുപടി കൊടുത്ത് ബാലചന്ദ്രൻ റൂമിലേക്ക് പോയി. അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ അരികിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ എറണാകുളം പോയപ്പോൾ അച്ഛന് വേണ്ടിയിട്ടൊരു ഷർട്ട് വാങ്ങിച്ചില്ലേ? അത് നീ വാങ്ങിയതാണെന്നും പറഞ്ഞ് അച്ഛന് നീ തന്നെ കൊടുക്കണം എന്ന് അലീന അവനോട് ആവശ്യപ്പെട്ടു. അത് എൻ്റെ കാശിനാണ് വാങ്ങിയതെങ്കിലും സെലക്ഷൻ അലീന ചേച്ചിയുടേതല്ലേ, അപ്പോൾ ചേച്ചി തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത് എന്നവൻ ചോദിക്കുകയാണ്. അതെന്താ രോഹിത്തെ, നിനക്ക് കൊടുക്കാൻ ഇത്ര മടി? അത് പിന്നെ ചേച്ചി, അച്ഛൻ ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ നടത്തുന്ന ആളല്ലേ, അപ്പോൾ പിന്നെ എൻ്റെ ഈ വില കുറഞ്ഞ ഷർട്ട് ഇതൊക്കെ കൊടുത്താൽ അച്ഛൻ ഇഷ്ടപ്പെടുവോ എന്നിങ്ങനെ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി നിനക്ക് വേണ്ട കേട്ടോ. ഇനി അങ്ങോട്ട് അച്ഛൻ്റെ കാര്യങ്ങളും അതേപോലെ ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കേണ്ടവൻ നീ തന്നെയാണ്. അച്ഛന് പ്രായമായി വയ്യാതിരിക്കാൻ കൂടുതലുണ്ട്. അപ്പോൾ അച്ഛനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നീ വേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ മടിച്ചു നിൽക്കാതെ നീ ഈ ഷർട്ട് കൊണ്ടുപോയി അച്ഛന് കൊടുക്കാൻ നോക്ക് എന്നിങ്ങനെ അലീന കൽപ്പിച്ചു. അത് കേട്ട് രോഹിത്ത് മടിച്ചാണെങ്കിലും ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ഷർട്ട് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ഇവനിത് എന്തു പറ്റി? അവന് വാങ്ങിയത് തന്നെയാകും എന്നിങ്ങനെ ആലോചിച്ചതിന് ശേഷം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ നിനക്ക് വാങ്ങിയ ഷർട്ട് ഇപ്പോൾ എന്നെ കാണിക്കുന്നത്? ഇത്രയും നാൾ നീ എൻ്റെ ഇഷ്ടത്തിനാണോ ഷർട്ടുകളൊക്കെ വാങ്ങിയിട്ടിരുന്നത് എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അല്ലച്ചാ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, അച്ഛന് വേണ്ടി വാങ്ങിയത് തന്നെയാണ്, എൻ്റെ സ്വന്തം കാശിന്. അലീന ചേച്ചിയുടെ സെലക്ഷനുമാണ്, മാമൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ രോഹിത്ത് ബാലചന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ബാലചന്ദ്രൻ, ആഹാ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ബാലചന്ദ്രൻ ആ ഷർട്ട് വാങ്ങി ധരിക്കുകയാണ്. അതുമിട്ട് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് നോക്കിയിട്ട്, ആഹാ ഇത് കൊള്ളാലോ, എനിക്ക് നന്നായി ചേരുന്നുണ്ടല്ലോടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതെ, അച്ഛനെ കാണാൻ ഇപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്, ഇപ്പോൾ കണ്ടാൽ ഒരു 15 വയസ്സ് കുറവേ പറയൂ എന്നും പറഞ്ഞ് രോഹിത്ത് കളിയാക്കുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ബാലചന്ദ്രൻ രോഹിത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോനെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇതേപോലെ മാറ്റിയെടുത്തത് അവളാ അലീന. അവളിനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും അവൾ നിൻ്റെ ചേച്ചിയാണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കാൻ പാടില്ല. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതിന് ഞാനത് മറക്കുവച്ചാ, അലീന ചേച്ചി ഇപ്പോഴും എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശരി, നീ ആദ്യമായിട്ട് വാങ്ങിത്തന്നതാണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഷർട്ട്. ഇത് കേട്ട് രോഹിത്ത് ഒരുപാട് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയാണ്. ബാലേന്ദ്രനെ കാണണമെന്ന് ശിവേട്ടൻ വിളിച്ചു പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ശിവേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് വൈജയന്തിയെ കണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ബാലേന്ദ്രൻ. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യയെപ്പറ്റി നിനക്ക് എന്തെങ്കിലും കാര്യം നീ അന്വേഷിക്കുന്നുണ്ടോ ബാലേന്ദ്ര? എത്ര നാളായി അവൾ ഇങ്ങോട്ട് വന്നിട്ട്? പിന്നെ ഞാൻ നിന്നെ വിളിപ്പിച്ച കാര്യം പറയാം. വൈജയന്തി കോർട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്, അലീനെ പറഞ്ഞേക്കേണ്ട ഡേറ്റൊക്കെ കഴിഞ്ഞത്രേ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾ ഏത് കോടതിയിലേക്ക് വേണേലും പൊക്കോട്ടെ ശിവേട്ടാ, അതിനിപ്പോൾ എനിക്കെന്താ? അത് മാത്രമല്ല, ചില അറിയാത്ത കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് കേൾക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ, എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നോട് പറഞ്ഞത്, ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വേലക്കാരി പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുമെന്നല്ലേ എന്ന് വൈജയന്തി ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ഞാൻ ആരോടും ഇത്ര ദിവസത്തിനുള്ളിൽ അലീനമുള്ള വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കാമെന്ന് വാക്കൊന്നും കൊടുത്തിട്ടില്ല. ഇനിയും ഒരാഴ്ച കൂടി അവൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും, അത് കഴിഞ്ഞ് അവൾ പോകൂ എന്നിങ്ങനെ വൈജയ്ക്ക് മറുപടി കൊടുത്ത് ബാലേന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. പിന്നീട് ബബിത അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അവസാനമായിട്ട് ഞാൻ അമ്മയോടൊരു കാര്യം കൂടി ചോദിക്കുകയാണ്, അലീന ചേച്ചിയെ പറഞ്ഞു വിടാതെ അമ്മയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അങ്ങനെ അമ്മ തിരിച്ചു വന്നാൽ ആ വീട്ടിൽ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാം.
എന്നിങ്ങനെ ബബിത പറഞ്ഞപ്പോൾ വൈജയന്തി പറയാണ്, എനിക്ക് അത്രയ്ക്ക് സന്തോഷം വേണ്ടെങ്കിലോ അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാതെ ആ പടി ഞാൻ ചവിട്ടുകയില്ല. അത് ഉറപ്പാണ്. അത് ഞാൻ ശപഥം ചെയ്തതാണ്. നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാൻ ആ ശപഥം ചെയ്തത്. അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ടാതായി. കുടുംബത്ത് ദുർനിമിത്തങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാൻ ആക്സിഡന്റിൽപ്പെട്ട് മരണം മുന്നിൽ കണ്ടു. എൻ്റെ രോഹിത് മോൻ ജയിലിലായി. കുടുംബത്ത് മാനക്കേടുണ്ടായി. ഇതെല്ലാം ആ അലീന വന്നു കയറിയതിൻ്റെ ഐശ്വര്യമല്ലേടി. അങ്ങനെയുള്ളപ്പോൾ അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ മാത്രമേ നമ്മുടെ വീടിൻ്റെ ദോഷം മാറുകയുള്ളൂ എന്നിങ്ങനെ വൈജ മറുപടി പറഞ്ഞു. അപ്പോൾ ബബിത പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അലീന ചേച്ചി വന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല, അമ്മ ചെയ്തതിൻ്റെ കർമ്മഫലം കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എല്ലാവരും കൂടെ എല്ലാം എൻ്റെ തലയിൽ തന്നെ വെച്ചോ. എന്ത് വേണമെങ്കിലും കരുതിക്കോ. എങ്ങനായാലും ഞാനും അലീനയും കൂടെ ആ വീട്ടിൽ ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാവില്ല. ഇത് വൈജയന്തിയുടെ തീരുമാനമാണ്. ഇനി ഇതും പറഞ്ഞ് നീ ഈ വീട്ടിലേക്ക് വരണമെന്നില്ല എന്നിങ്ങനെ മറുപടി കൊടുത്തു. അപ്പോൾ ബബിത പറയുന്നുണ്ട്, അമ്മ ഒറ്റ ഒരാൾ കാരണം മാത്രമാണ് അലീന ചേച്ചി പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ അമ്മ ഒരു കാര്യം ഓർത്തു. അലീന ചേച്ചി ആ പടി ഇറങ്ങുന്നത് മുതൽ അമ്മ എൻ്റെയും കൃഷ്ണയുടെയും അതേപോലെ രോഹിത്തേട്ടൻ്റെ മുമ്പിൽ വളരെ ചെറുതായി പോവുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ അമ്മയുടെ സ്ഥാനം വളരെ ചെറുതായി തീരും. അറിയിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനവും അമ്മ എന്ന രീതിയിൽ ഒരു ശകലം പോലും അമ്മയ്ക്ക് കിട്ടില്ല. അതൊന്നും കിട്ടുമെന്ന് അമ്മ ഇനി ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ തന്നെ ബബിത അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. തിരിച്ച് കടപ്പാട്ടൂരെത്തിയ ബബിതയോട് കൃഷ്ണ ചോദിക്കുന്നുണ്ട്, അല്ല എന്തു പറ്റി കൃഷ്ണേച്ചിയുടെ ബബിതേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? നല്ല കണക്കിന് അമ്മയുടെ നിന്ന് കിട്ടിയ ലക്ഷണമുണ്ടല്ലോ. ആ കിട്ടി, നല്ല വയറ് നിറച്ച് കിട്ടി. എന്താ നിനക്ക് വേണോ കൃഷ്ണേ? വേണമെങ്കിൽ ചെന്ന് കയറിക്കൊടുക്ക്, ഇപ്പം തന്നെ എല്ലാം തരും എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ഇതും കണ്ടുകൊണ്ട് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാരമില്ല ബബിതേ, പോട്ടെ, നമ്മുടെ അമ്മയല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ബബിത പൊട്ടിക്കരയാണ്. അലീന ചേച്ചി, ഞാൻ പോയത് വെറുതെ ആയിപ്പോയി. അതൊന്നും സാരമില്ല. എന്നായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവൾ തന്നെയല്ലേ എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം അലീനയെ കാണാൻ വേണ്ടി സ്റ്റാലിൻ ജ്വല്ലറിയിലേക്ക് വരികയാണ്. മിസ്റ്റർ ബാലചന്ദ്രൻ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ എന്ന് സ്റ്റാലിൻ ചോദിച്ചപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് നിങ്ങളിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കാനാണ്? എന്തേലും പ്രതീക്ഷിക്കാനും മാത്രം നമ്മൾ തമ്മിൽ എന്താ ബന്ധം? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കണ്ടുമുട്ടേണ്ടി വന്ന രണ്ട് അപരിചിതർ മാത്രമാണ് നമ്മൾ എന്ന് ബാലചന്ദ്രൻ മറുപടി കൊടുത്തു. ശരി, തർക്കിക്കാനൊന്നും എന്തായാലും ഞാനില്ല. അല്ല, എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? തൽക്കാലം നമുക്ക് ഒരു ബാറിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോ വല്ലതും പോയിരുന്നു സംസാരിക്കാം എന്നിങ്ങനെ സ്റ്റാലിൻ ചോദിച്ചു. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കാമുകി വൈജയന്തി, അവളുടെ ആങ്ങളമാർ രണ്ടുപേരും, അവർ എല്ലാം ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. അച്ഛനും അമ്മാവനും മാത്രമേ മരിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല പരിചയമുള്ളതല്ലേ? നിങ്ങൾ അവരുടെ കണ്ണിൽപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അവർ നിങ്ങളെ കാണുന്നതിനോട് എനിക്കൊരു താല്പര്യവുമില്ല. അതുപോലെ സ്റ്റാലിനോട് കൂടുതലൊന്നും സംസാരിക്കാനും എനിക്കില്ല. എനിക്ക് നിങ്ങളിൽ നിന്ന് അറിയേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അലീനയെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ച് കൂടെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ? യെസ് ഓർ നോ, അതിലൊന്നു മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, ഞാനതിന് തയ്യാറാണ്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ ബാലചന്ദ്രൻ മനസ്സിലാക്കണം. എനിക്ക് കുറച്ച് എന്നിങ്ങനെ സ്റ്റാലിൻ പറഞ്ഞു തുടങ്ങുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട. അലീനയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതോടെ എൻ്റെ ജോലി അവസാനിച്ചു. എനിക്ക് പിന്നെ ഒരു കടമയും ബാക്കിയില്ല എന്നിങ്ങനെ പറയാണ് ബാലചന്ദ്രൻ. ശരി, ഞാൻ സമ്മതിച്ചു. എന്തായാലും ബാലചന്ദ്രൻ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം എന്ന് സ്റ്റാലിൻ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളെ അവൾ നിങ്ങളുടെ കൂടെ അവൾ വന്നാൽ ഒരിക്കലും അവളെ ദുഃഖിപ്പിക്കാൻ പാടില്ല. ഒരച്ഛൻ്റെ സ്നേഹം കൊടുത്ത് അവളുടെ സന്തോഷം നിലനിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ അവളെ നോക്കാൻ. എങ്കിൽ മാത്രമേ അവളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതുപോലെ അലീനയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ
നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നോ അങ്ങനെ ഒരു അനുഭവം അവൾക്കുണ്ടായാൽ അത് ചോദിക്കാൻ ഞാൻ വരും. കോടതിയിൽ ചെന്ന് അവൾക്ക് നീതി വാങ്ങി കൊടുക്കുവാനും ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ബാലചന്ദ്രൻ പറയാണ്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, അതിന് ഞാൻ അവളെ ഇല്ലാതാക്കാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടല്ലേ? ഞാൻ അവളെ കൊണ്ടുപോകുന്നത് അവളെ നോക്കാൻ തന്നെയാണ്. ഞാനൊരു തീരുമാനമെടുത്താൽ അത് ഉറച്ചതാണ്. ബിക്കോസ് ഞാനൊരു പട്ടാളക്കാരനാണ്. അലീനെ ഇനി എന്നാണ് എൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുന്നേ എന്നിങ്ങനെ സ്റ്റാലിൻ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ മറുപടി പറയുന്നുണ്ട്, ഇന്നും നാളെയും കഴിഞ്ഞാൽ അതിനടുത്ത ദിവസം തന്നെ അത് സംഭവിക്കും. ഞാൻ അവളെ അവിടെ കൊണ്ടുവന്ന് വിട്ടോളാം. അവളുടെ പേരും പറഞ്ഞ് ഒരിക്കലും ഈ നാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല. ഞാൻ അവളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം, നാളെയോ മറ്റന്നാളോ എന്നൊക്കെ ബാലചന്ദ്രൻ പറയാണ്. അല്ല, ഞാൻ അവളുടെ പപ്പയാണെന്ന് അലീന മോൾക്കറിയാമോ? ഇതുവരെയും അവളോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല ഇക്കാര്യം അവളോട് എങ്ങനെ അവതരിപ്പിക്കണമെന്ന്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അവൾ സ്റ്റാലിയുടെ വീടിൻ്റെ പടി ചവിട്ടുന്നതിന് മുമ്പ് അവളോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞിരിക്കും. അതുപോലെ നിങ്ങൾ എന്തായാലും സങ്കടപ്പെടേണ്ട എന്നിങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാലിനിക്ക് വാക്കു കൊടുക്കുകയാണ്.